ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പായ കൊണ്ട് ഒരു തോരനാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇത് കപ്പങ്ങ എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അത് പറിക്കുന്നതിനായിട്ട് ഞാൻ ദേ പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ അതിൽ നിന്ന് അത്യാവശ്യം വലുത് നോക്കി ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം മൂപ്പാവാത്ത കപ്പങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിതിൻ്റെ കുരു എടുക്കാൻ പറ്റില്ല. മൂത്ത കപ്പങ്ങയായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ കുരുവൊക്കെ എടുത്ത് കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്താൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിത് ചോപ്പറിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കാം. കപ്പങ്ങയ്ക്ക് ഒരു ചറയുണ്ട് കേട്ടോ, അത് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കാം. ഇനി തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉഴുന്നാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ കപ്പങ്ങയിൽ തന്നെ ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു ഉള്ളിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി എരിവിനായിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്, നല്ല എരിവാണ്, ഒരെണ്ണം മതിയാവും. ഇതൊത്തിരി അങ്ങോട്ട് അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ പകുതി വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ക്യാബേജൊക്കെ തയ്യാറാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാവും കേട്ടോ. ഇനി ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ആയിട്ട് കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പങ്ങ തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ കപ്പങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.